ലക്ഷ്മി നക്ഷത്ര കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊല്ലം സുധിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ വെച്ചെടുത്ത ഒരു വീഡിയോ നമ്മൾ കുറച്ചാൾ മുമ്പ്, അതായത് കുറച്ച് ദിവസം മുമ്പ് നമ്മൾ ഇതിനെപ്പറ്റി ഒരു റിയാക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായി. അപ്പൊ ആ വീഡിയോനകത്ത് ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വീഡിയോ അല്ല വിഷയമായിട്ടുള്ളത്. ആ വീഡിയോനകത്ത് ഇടുന്ന പല പല BGMകളും, അതായത് ഇപ്പോൾ ഓരോ സീനുകളും കൊല്ലം സുധിയുടെ കൊച്ചിനെ കാണിക്കുമ്പോഴത്തേക്കും അവിടെ കിടന്ന് ഈ സാഡ് BGM ഇടല്ല, അതേപോലെ പുള്ളിക്കാരൻ്റെ വീട് കാട്ടുമ്പോഴത്തേക്കും സാഡ് BGM, എന്നിട്ട് പിന്നെ പുള്ളിക്കാരൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് സാഡ് BGM. അപ്പൊ ഇങ്ങനെ ഒരു BGM ഒരു അതിപ്രസരം കാരണം ആ വീഡിയോന്റെ ഫുള്ളൊരു ഫീലും കളഞ്ഞ ഒരു ടൈപ്പ് ഒരു വീഡിയോ പറഞ്ഞ ആ ഒരു നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ ആ ഒരു വീഡിയോ. അപ്പൊ ആ ഒരു വീഡിയോനെ പറ്റി വിമർശിച്ചിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ഇത് കേട്ടിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. കാര്യം നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ ഇപ്പൊ ഇത് പുതിയ വീഡിയോ വന്നപ്പോഴത്തേക്കും ആ ഒരു BGMന്റെ ആ ഒരു കേസ് ഉണ്ടല്ലോ, ആ ഒരു കേസ് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. BGMന്റെ ആ ഒരു ഇഷ്യൂ അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒരു വീഡിയോനകത്ത് പിന്നെ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ട്രെൻഡിങ്ങിനകത്ത് ഇടുന്നതും പിന്നെ പ്രൊമോഷനൊക്കെ അതിനകത്ത് ആഡ് ചെയ്യുന്നതും അതൊക്കെ ഒഴിവാക്കാറെന്നുള്ള രീതിക്കാണ് ഞാൻ അന്നത്തെ ആ വീഡിയോനകത്ത് പറഞ്ഞത്. പക്ഷെ അത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഇതാണ്. കാര്യം ഇപ്പൊ ട്രെൻഡിങ്ങിൽ വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടമാണ്. അവരുടെ വീഡിയോ ട്രെൻഡിങ്ങിൽ വരുമ്പോഴത്തേക്ക് അവർ ഇടണോ വേണ്ടിയോന്ന്, കമ്മ്യൂണിറ്റിനകത്ത് ഇടണോ വേണ്ടിയോന്നൊക്കെ അവരുടെ ഇതാണ്. അപ്പൊ ഒരു പുതിയ വീഡിയോനകത്ത് ട്രെൻഡിങ്ങിന് വന്നപ്പോൾ അതൊക്കെ അവർ കമ്മ്യൂണിറ്റിനകത്ത് ഇട്ടിട്ടുണ്ടായി. പക്ഷെ എന്നാലും അവർ ഈ BGMന്റെ കേസ് അത് അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യം തന്നെ കേട്ടോ. കാര്യം ആ ഒരു വീഡിയോനകത്ത് നമ്മൾ വിമർശിച്ച് പറഞ്ഞൊരു സാധനമാണ്, പക്ഷെ ഇപ്പൊ അവരത് ശരിയാക്കി. അപ്പൊ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഇതാണ്. നമുക്ക് അപ്പോൾ ആ വീഡിയോന്റെ കുറച്ച് പോർഷൻസ് ഒന്ന് കണ്ടുവെക്കാം. ചിന്നു 9-ന്റെ അന്ന്, സുചേട്ടൻ മരിച്ചതിന്റെ 9-ന്റെ അന്ന് ഇങ്ങനെ ചിന്നു അമ്മയും കൂടെ എന്നെ വിളിക്കുക, സംസാരിക്കുക, ഇങ്ങനെ ആശ്വസിപ്പിക്കുകയല്ലേ. ആ കൂട്ടത്തിൽ കുഞ്ഞ് കരഞ്ഞപ്പോഴത്തേന് ചിന്നു ചോദിച്ചാൽ എന്തിനാ കരയുന്നത് ചേച്ചി, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് അവൻ ടോയ്ക്ക് എന്തോ വേണ്ടിയിട്ടാണ് കരയുമായിരുന്നു, നല്ല കരച്ചിലായിരുന്നു. ചേച്ചി ഒന്ന് ഫോൺ വെച്ചെന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് എന്തുവാ സംഭവം എന്നാന്ന് ഓർത്ത്. എന്നാ ചിന്നു ചേച്ചി ഫോൺ വെച്ചേ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇതേ ടോയ്ക്കുള്ള പൈസ ഇട്ട് കൊടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ, മേടിച്ചു കൊടുക്കാൻ. ഓർക്കുന്നുണ്ടോ ചിന്നുവേ? കുഞ്ഞിന് അന്നേരം എന്താ പറയുക, എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അന്നേരം ടോയ് മേടിച്ച് കൊടുത്തവന് ആ സമയത്ത് 9-ന്റെ അന്ന്. അങ്ങനെ അന്ന് മുതൽ കരുതുന്ന ചിന്നു. അന്നല്ല, അതിന് മുന്നേ ഏട്ടനുള്ളപ്പോഴും ഒരുപാട് എന്താ പറയുക ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അന്നും ഇന്നും ഈ നിമിഷം വരെ ഞങ്ങൾ നന്നായിട്ട് കരുതുന്നുള്ള ഞങ്ങളുടെ ചിഹ്നമായി ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അന്നത്തെ വീഡിയോ ഇട്ടപ്പോഴേ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഇവരുടെ വീഡിയോ ബാക്കി ഫുൾ അടിപൊളിയാണ് ഇവരുടെ വീഡിയോ. പക്ഷെ ഈ ഒരു പോർഷൻ മാത്രം, അതായത് ഈ BGM എന്ന് പറഞ്ഞ ആ ഒരു കേസ് മാത്രമേ വിഷയമായിട്ടുള്ളൂ. അപ്പൊ ഇതിനകത്ത് തന്നെ അവർ പറയുന്ന കേട്ടോ. കാര്യം ആ മരിച്ച ആ ഒരു ടൈമിനകത്തൊക്കെ ആ പുള്ളി നമ്മളെ വിട്ടുപോയ ആ ഒരു ടൈമിനകത്ത് ഇപ്പൊ ഈ ലക്ഷ്മി നക്ഷത്രനെ വിളിച്ച ഒരു സമയത്ത് ഇവർക്ക് ഉണ്ടായ ആ ഒരു ഇത്, അതായത് കൊച്ചു കിടന്ന് കരയാനുണ്ടപ്പോഴത്തേക്കും അപ്പൊ തന്നെ എന്തിനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് കളിപ്പാട്ടം മേടിക്കാനാന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ അതിന് പൈസ ഇട്ട് കൊടുത്ത്. അപ്പൊ അത്രത്തോളം ഇവർക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വരെ ഇവർ അത്രത്തോളം ഹെൽപ്പ് ചെയ്യേണ്ട ആ ഒരു വീടിനെ എന്നുള്ള ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണത്. കാര്യം ഇതൊന്നും അവർ പറയിപ്പിച്ച് പറയുന്നതൊന്നുമല്ല, അവർ അറിഞ്ഞിട്ട് തന്നെ പറയണതാണ്. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ബാക്കിയുണ്ട് ശരിക്കും എന്താ പറയുക, നമ്മൾ സുചേട്ടൻ്റെ വീട്ടിലേക്ക് പോണതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടെ, ഞാൻ ഇന്ന് വന്നതിന് വേറൊരു മോട്ടീവും കൂടെ ഉണ്ട്. എന്താ പറയുക, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാ കാണിക്കണേന്നുള്ളത്. അത് എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന കാണുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമല്ലേ. ഞാൻ ഈ അടുത്ത് UK പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി UK ഞാൻ പോയത് ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇനോഗ്രേഷനൊക്കെ പോയപ്പോൾ ഏറ്റവും അധികം ആൾക്കാരുടെ അടുത്ത് ചോദിച്ചത് നമ്മുടെ കൊല്ലം സുധിയുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ ഭാര്യ മക്കൾ അവരൊക്കെ സുഖമായിട്ടിരിക്കണോ, എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ഒരു ലൈഫ് മുന്നോട്ട് പോണേന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ UK ഒരു ചാരിറ്റി അസോസിയേഷൻ എൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ട് തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് നേരിട്ട് കൊടുക്കുകയും വേണം. അവർക്ക് പേര് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് പേര് റിവീൽ ചെയ്യാത്തത്. അപ്പോൾ സുചേട്ടനെ ലൈക്ക് നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ല എത്രയോ പേര് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ വലിയ എക്സാമ്പിളായിരുന്നു അന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കൊടുക്കുകയാണ്. എന്തിനാ ഇത് കാണിക്കണേ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ട് ആർക്കെങ്കിലും ഒക്കെ സഹായിക്കാൻ തോന്നിയാൽ, കാരണം ഈ കാണണ പോലെയല്ല പിന്നിലെ ജീവിതം എന്ന് പറയണേ. അപ്പോൾ ക്ഷമ അതൊന്ന് തരും. അപ്പോൾ ഇത് നിങ്ങൾ 2 പേരും കൂടെ പിടിക്കുക. വീട്ടിലെ ഗൃഹനാഥനും അതുപോലെ തന്നെ നാദയും സുധിച്ചേട്ടൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുധിച്ചേട്ടൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ തന്നു വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഞാനിവിടെ ഭദ്രമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പേര് പറയാൻ താല്പര്യമില്ലാത്ത ഒരു ചാരിറ്റബിൾ അസോസിയേഷനാണ് UK. അവരിത് കാണുന്നുണ്ടായിരിക്കും.
ഓക്കെ, ഇപ്പൊ ഇത് കാണുമ്പോഴത്തേക്ക് ഇപ്പൊ കണ്ട ആ വീഡിയോ എത്ര രസമാണ്. കാര്യം അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പൊ അവര് പറഞ്ഞ ആ ഒരു കേസ് ഉണ്ടല്ലോ, കാര്യം നമ്മൾ ഈ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും സഹായിക്കാൻ തോന്നുകയാണെങ്കിൽ എന്നൊക്കെ ഉള്ള രീതിക്ക് പറയുമ്പോഴത്തേക്ക് അത് കുറേയും കൂടെ അതൊരു ആൾക്കാരുടെ ഉള്ളിലേക്ക് കുറേയും കൂടെ എത്തുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു ഇത് ചെയ്യും. അല്ലാണ്ട് ഇവര് ഇപ്പൊ ഓരോ സീൻ കാണിക്കുമ്പോഴും ഇപ്പം ഭയങ്കര BGM കൊടുത്ത് ഭയങ്കര സാഡ് BGM കൊടുത്ത് കരയാണ് ഇതൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് അതൊരു വേറെ, അതായത് എന്താണ് അവർ ഉദ്ദേശിക്കണത് അതിന്റെ ഒരു ഓപ്പോസിറ്റ് ഒരു സംഭവമാണ് ആൾക്കാരിലേക്ക് എത്തുന്നത്. ഇപ്പൊ ഈ ഒരു BGMന്റെ കേസ് തന്നെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം മുതുകാടിന്റെ റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് അമൽ എന്ന് പറഞ്ഞൊരു പയ്യൻ വന്നിട്ട് ഈ ഒരു സെയിം വിഷയം, അതായത് മുതുകാടിന്റെ വിഷയത്തിനകത്ത് വരുന്ന ആ ഒരു BGMന്റെ ആ ഒരു കേസ് ആ പയ്യനും എടുത്തു പറയുന്നുണ്ട്. കാര്യം അവർക്കൊക്കെ എത്രത്തോളം അത് എഫക്റ്റ് ആവുന്നുണ്ട്. ഈ BGM നമ്മൾ ചുമ്മാ അങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും അത് എത്രത്തോളം അപ്പുറത്തുള്ളവർക്ക് എഫക്റ്റ് ആവുന്നുണ്ടെന്നുള്ളതും കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു വീഡിയോനകത്ത് പുള്ളിക്കാരി ചെയ്തത് നല്ല പക്ക ഒരു നല്ലൊരു കാര്യം തന്നെയാണ് പുള്ളിക്കാരി ചെയ്തത്. കാര്യം അവിടെ നിന്ന് ഇപ്പൊ UK എന്നുള്ള കുറെ നല്ല നല്ല ടീമുകൾ കാര്യം അവർ പേര് പോലും പറയുന്നില്ല. ഇപ്പൊ ഈ പൈസ കൊടുത്ത ആ ഒരു ടീം അവർ പേര് പോലും പറയുന്നില്ല. അപ്പൊ അതൊക്കെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് ഇവർക്ക് കൊടുക്കാനും ആ ഒരു കാണിച്ച ആ ഒരു മനസ്സിനൊക്കെ നമുക്ക് ബാക്കിയുണ്ടോ. അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എന്താ പറയുക, ഈ വീട് റെൻറ്റ് ഹൗസാണെന്നറിയാമല്ലോ. അതിൻ്റെ എനിക്ക് ജോലി ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ റെൻറ്റ് കൊടുക്കുന്നത് നമ്മുടെ ഷോ ഡയറക്ടർ അനൂപേട്ടൻ്റെ ഇടപെടലിൽ നമ്മുടെ ഫാൻസുകാരാണ്. സ്റ്റാർ മാജിക് ഫാൻസിലെ പിള്ളേരാണ് എല്ലാ മാസവും വാടക റെൻറ്റ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ എല്ലാവർക്കും, അതുപോലെ അനൂപേട്ടന് നന്ദി, ശ്രീകണ്ഠ സാറിന് നന്ദി, അതുപോലെ എന്താ ഫ്ലവേഴ്സിന് നന്ദി, എല്ലാവർക്കും KHDC, അതുപോലെ എല്ലാവർക്കും സൂചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ ഇപ്പം എന്താ പറയുക സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. അപ്പൊ ഞാൻ പോവാണ്. എന്താ പറയാനുള്ളേ? എപ്പോഴും കാണണം ഞങ്ങളോട്. ആ ഒരു വാക്ക് അന്ന് പറഞ്ഞ വാക്കാണ് 6 മാസം മുന്നേ, അതിത് അതേപോലെ പാലിക്കുന്നുണ്ട് ചിന്നു കേട്ടോ. ഞങ്ങളെ അന്നും ഇന്നും ഒരുപോലെ കരുതുന്ന ഒരാളാണ് ചിന്നു എല്ലാ മാസവും. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര നന്ദിയുണ്ട് ചിന്നുവിൻ്റെ അടുത്ത്. ഈ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ്. ആ ഒരു പരിപാടി അത് ഇപ്പൊ എത്രത്തോളം ആൾക്കാർക്ക് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും എനിക്ക് ആ പരിപാടി ആദ്യമൊക്കെ ഞാനിരുന്ന് ഇങ്ങനെ കുറച്ച് കണ്ടു നോക്കുമ്പോഴത്തേക്കും ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ടിരിക്കുമായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും ഒരുമാതിരി ഈ സാഡിസവും അതേപോലെ ഈ ഒരു ബോഡി ഷെയ്മിങ്ങും അതേപോലത്തെ രീതിക്കൊക്കെ എനിക്ക് ആ പരിപാടി തീരെ അന്നും ഇഷ്ടമല്ല ഇന്നും ഇഷ്ടമല്ല. ആദ്യമൊക്കെ ചുമ്മാ ഒന്നിങ്ങനെ കണ്ടു നോക്കിയെങ്കിലും പിന്നെ എനിക്ക് ആ സാധനമേ പിടിക്കാത്തൊരു പരിപാടിയാണ് ഈ പറഞ്ഞ പരിപാടി, ഈ സ്റ്റാർ മാജിക്. അപ്പൊ ഈ ഒരു പരിപാടി ഇഷ്ടപ്പെടുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. കാര്യം അങ്ങനത്തെ ഇഷ്ടം പോലെ, കാര്യം ഡൈ ഹാർട്ട് ഫാൻസ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്നും ഇത്രയും നല്ല, അതായത് ഇപ്പൊ നമ്മളിപ്പോ ആ ഒരു പരിപാടിനകത്ത് ഇത്രയും ബോഡി ഷേമിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും എന്നെ ഫാൻസ് എന്ന് പറഞ്ഞാലും ഇതേപോലത്തെ തന്നെ ഒരു ടോക്സിക് മെന്റാലിറ്റി ഉള്ള ഫാൻസ് ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ തോന്നിയേക്കാം. പക്ഷെ എന്നാലും അവർ ഇങ്ങനത്തെ ഒരു നല്ല കാര്യം, ഇപ്പൊ അവരുടെ വീടിന്റെ വാടക അടക്കം കൊടുക്കുന്നത് ഈ പറയുന്ന ടീമാണ്, അതായത് ഈ പറയുന്ന ഫാൻസ് ആണ്, ഈ സ്റ്റാർ മാജിക്കിന്റെ ഫാൻസ് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവരുടെ വാടക അടക്കം കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ അവർ എത്രത്തോളം ഇങ്ങനെ ഈ പരിപാടിയൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞാലും അവർ ഇങ്ങനത്തെ ഒരു നല്ല കാര്യം ചെയ്യണമെങ്കിൽ അതും നമ്മൾ പറയേണ്ടതാണ്. അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും അതും എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ എനിക്ക് ഇത്ര തന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും പറയാനുള്ളൂ. അപ്പൊ അന്ന് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമാണ് അതിന്റെ ഒരു അടുത്തൊരു കണ്ടിന്യൂഷൻ ആയിട്ട് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.